ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാനു അമ്മയുടെയും വക്കീലിൻ്റെയും ആ പിണക്കൊക്കെ തീർന്ന് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ തീപ്പൊരി ഇടാൻ വേണ്ടി പ്രീതി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവനെ ആൾ കാണും പോലെ എന്നല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ വക്കീൽ പറയണേ, ദേ ഭാനുമതി അമ്മ, ഇവളിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ കുടുംബം തകർക്കാനാണ്. ഇവളൊരു കാളകൂട വിഷമാണ്, അത് ശ്രദ്ധിക്കുന്നതല്ല. ഇവളെ എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇവളുടെ മനസ്സിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവളിവിടെ നിൽക്കുന്നതെന്ന സത്യം അങ്ങ് വെളിപ്പെടുത്തുമ്പോൾ താൻ അത് അറിഞ്ഞിരിക്കുന്നു എന്ന് ഭാനുവതിയമ്മ പറയണേട്ടോ. അക്കാര്യം മഞ്ജുവിനും സംശയം തോന്നിയത് കൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഇവളെ കാനഡയിലോട്ട് പറത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന സത്യം അങ്ങ് വെളിപ്പെടുത്തുന്നു കേട്ടോ. അതോടുകൂടി തനിക്കൊരു ഉത്തരവും പറയാനാവാതെ പ്രീതി അവിടെ പകച്ചു നിൽക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയുന്നുണ്ട്. പ്രീതി അത് കേട്ട് പോകുമ്പോൾ ഉടൻ തന്നെ വക്കീൽ പറയണേ, എൻ്റെ ഭാനുവതി അമ്മ ഇവളുടെ ലക്ഷ്യത്തിന് വേണ്ടി എന്തും ചെയ്യും, അതൊന്ന് കണ്ണു വെക്കുന്നത് നല്ലതാണ് എന്നും പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് ഗിരിയെയും മഞ്ജുവിനെയും കാണിക്കുന്ന ഊഞ്ഞാലൊക്കെ ആട്ടി ഗിരി ഇങ്ങനെ മഞ്ജുവിനെ സന്തോഷിപ്പിച്ചും കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഇപ്പുറത്ത് ഇങ്ങനെ പ്രീതി വരുന്നത്. തൻ്റെ കണ്ണിൽ കാണാൻ പറ്റാത്ത ആ കാഴ്ച അത് തന്നെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കാൻ കേട്ടോ. പിന്നീട് ഒന്നും നോക്കില്ല, അങ്ങോട്ടേക്ക് പ്രീതി ദേഷ്യത്തോടു കൂടി എത്തുമ്പോൾ മുകുന്ദൻ പിറകിലുണ്ട് കേട്ടോ. മുകുന്ദൻ പറയാണ്, ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഇങ്ങനെയുള്ള രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരല്ലാത്ത അവർ നോക്കി നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിന് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ സ്വരത്തിലുണ്ട് എന്നും വക്കീൽ പറയുന്നു കേട്ടോ. അപ്പോഴാണ് അവിടോട്ട് പെട്ടെന്ന് എങ്ങനെ ഗിരി വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ വെറുതെ കാര്യങ്ങൾ സംസാരിച്ചാൽ ഞാനങ്ങ് വരണ്ടല്ലോ, വേണ്ട. അങ്ങനെ മഞ്ജു പറയണേ, നമുക്ക് പൂക്കളം ഇടാം എന്ന് ഗിരിയോട് പറയുമ്പോൾ ഗിരിയും മഞ്ജുവും കൂടി പൂക്കളൊക്കെ ഇട്ട് തുടങ്ങുന്നത് പ്രീതിയെ നിന്ന് കാണുന്നു. ഭാനുവതിയമ്മ കണ്ടോടി എൻ്റെ മക്കളുടെ സ്നേഹം എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് ഒരു കാറ് വന്ന് ഇറങ്ങുന്നത്. ഭാനുവതിയമ്മ ഇങ്ങനെ തുറിച്ച് നോക്കുക, പ്രീതി കൂടെയും. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന അക്കാമയാണ്. എന്നാൽ അത് കണ്ടു നിൽക്കാൻ ഒരിക്കലും മഞ്ജുവിന് കഴിയില്ല. അപ്പോൾ വക്കീലാണെങ്കിൽ ആ വക്കീൽ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അക്കാമ പറയുകയാണ്, ഞാനിങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണത്, എന്താ പ്രതികളൊക്കെ ഇവിടെ എന്ന് ചോദിച്ച ഉടൻ തന്നെ അക്കാമയോട് പറയാണ്. അക്കാമ പറയണേ, എൻ്റെ ശിക്ഷ കഴിഞ്ഞു, ജയിൽ ശിക്ഷ കഴിഞ്ഞു, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് പറയാനായിട്ട്. ഓണല്ലേ, ഓണായതുകൊണ്ട് എല്ലാവരും കാണണം. അപ്പോഴേക്കും ഉടൻ തന്നെ മഞ്ജു പറയുന്നുണ്ട്, അതെ, ഇവിടെ മറ്റുള്ളവർക്ക് ഇവിടെ പ്രവേശനമില്ല, ഇത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി നിൽക്കുന്നതാണ്, ഇവിടെ പ്രതികളൊന്നും വരണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അക്കാമ പറയണം, ഞാൻ മുകുന്ദനെ കാണാൻ വേണ്ടി വന്നതാണ്, മുകുന്ദനെ കാണേണ്ട ആവശ്യം എനിക്കുണ്ട്, എൻ്റെ കമ്പനി കാര്യങ്ങൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്, അപ്പോൾ എനിക്ക് മുകുന്ദൻ്റെ സഹായം വേണം, വിശ്വസ്തനായ ഒരു വക്കീൽ വേണം, അതുകൊണ്ടാണ് മുകുന്ദനെ കാണാൻ ഞാൻ വന്നിരിക്കുന്നത്. മുകുന്ദൻ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റൂ? എനിക്ക് സഹായിക്കാൻ കഴിയില്ല, മജിസ്ട്രേറ്റ് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രാക്ടീസിലാണ് ഈ സമയം, ഒരു കേസും ഏറ്റെടുക്കാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ അതിൻ്റെ വഴികളും ഉപാധികളൊക്കെ പറഞ്ഞു തരാം. അത് കേൾക്കുന്ന അക്കാമക്ക് സന്തോഷമാവുകയാണ്. പിന്നീട് ഗിരി പറയാം, അക്കാമ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ, ഞാൻ വന്നത് തന്നെ പലവർക്കും ഇഷ്ടപ്പെട്ടില്ല, അതിനിടയ്ക്ക് ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിന്ന് അതെങ്ങനെ ശരിയാവും എന്ന് അക്കാമ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പുലിക്കളിയും ചെണ്ടമേളവുമായി എല്ലാവരും എത്തുന്ന മാവേലിയെ വരവേൽക്കാൻ വേണ്ടി ഭാനുവതിയമ്മ. ഇത് പതിവില്ലാത്ത കാഴ്ച. എന്നാൽ പ്രീതിക്ക് അടിമുടിയൊന്ന് സന്തോഷമാവുന്നുണ്ട്. പ്രീതി വളരെ സന്തോഷത്തോടു കൂടി എത്തുന്നു. ഇതേ സമയം ഈ പുലിക്കളിയിലുള്ള ഒരാൾ വക്കീലിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ, മുകുന്ദൻ്റെ അടുത്തോട്ട്. അപ്പോൾ അക്കാമയെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായ കളി നടക്കുമ്പോൾ മുകുന്ദനെ പെട്ടെന്ന് അയാളങ്ങ് വലിച്ചു കൊണ്ടുപോവാണ്. മുകുന്ദൻ്റെ കണ്ണിൽ അയാളാണ്. പ്രീതിയാണെങ്കിൽ ഇതെന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് അക്കാമ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. തോക്കും പുലിക്കളിയൊക്കെ ആയിട്ട് അവരിങ്ങനെ കളിച്ചു തുടങ്ങുക. എല്ലാം കണ്ട് മതിമറന്ന് ഈ പറയുന്ന മഞ്ജുവും ഗിരിയും അതുപോലെ ഭാനുവതി അമ്മയാണ്. എന്നാൽ ഈ സമയം മുകുന്ദനെ പിടിച്ചു കൊണ്ടുപോവാണ് പിറകിലോട്ട്. ആ പുലിക്കളിയിൽ ഒരാളാണ് കേട്ടോ, കുട്ടി നിങ്ങൾ എന്തിനാ എന്നെ അങ്ങനെ കൊണ്ടുവരുന്നത്, ഞാൻ കളിക്കാനൊന്നും അറിയില്ല, എനിക്കതൊന്നും അറിയാത്ത ഒരാളാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴും വീണ്ടും കളിപ്പം, ഞാനല്ലേ പറഞ്ഞത് എന്നെ ഇതിനൊന്നും കിട്ടില്ല എന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് തൻ്റെ മുഖംമൂടി ഊരുന്നത്. കാണുന്ന കാഴ്ച മുകുന്ദനെ ഇഷ്ടപ്പെട്ട തൻ്റെ പ്രിയതമ, അതായത് തൻ്റെ മഹിമയെ കാണുന്ന മുകുന്ദൻ നാലുപുറം നോക്കുകയാണ്. മഹിമ, ഈ ഓണത്തിന് എന്നെ കാണാൻ പറ്റിയല്ലോ, വല്ലാത്തൊരു സന്തോഷം എൻ്റെ മോളെ എന്ന് പറയുമ്പോഴേക്കും മഹിമ മുകുന്ദനെ കെട്ടിപ്പിടിക്കുന്നു കേട്ടോ. ആ ഒരു സന്തോഷം തനിക്ക് കാണാൻ അത്രയും കൺകുളിർക്കെ കാണാൻ വേണ്ടി. അപ്പോൾ മഹിമ പറയാണ്, എനിക്ക് ഇത്രയും കൺകുളിർക്കെ എൻ്റെ വക്കീലിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ അത്രയും റിസ്ക് എടുത്തത്. റിസ്ക് എടുത്ത് വരാച്ച നീ എൻ്റെ വീട്ടിലോട്ട് വരായിരുന്നില്ലേ, നമ്മൾ ഗൗരിയമ്മയും കൂടി ഉണ്ടായിരുന്നില്ലേ, അതിന് പോലീസ് 4 പുറയും വെക്കുമ്പോൾ ഞാനെങ്ങനെ വരാനാണ്, നമ്മുടെ വീടാണ് ഇത്, പോലീസുകാരിയുടെ വീടായതുകൊണ്ട് ഇവിടെ ചെക്കിങ് ഉണ്ടാവില്ല എന്ന് പറയണ്ട. അപ്പോഴാണ് പ്രീതി പൊന്തക്കിടയിലൂടെ നോക്കുമ്പോൾ തൻ്റെ കണ്ണിൽ കാണുന്ന, ഇവളും ഇവനും തമ്മിലാണല്ലേ, അത് ശരി, എന്നാൽ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ ഒരു പണി പണിയണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മഞ്ജു കാണാൻ ഈ സ്ഥലത്തോട്ട് ഫോണും വിളിച്ച് വരുന്നത്. അപ്പോഴേക്കും അക്കാമ ഇങ്ങനെ പിറകിൽ നിന്ന്, എന്നാൽ മുകുന്ദനും
മഹിമ ഇതറിയാതെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്, മുഖംമൂടിയൊക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അക്കാമ്മ മഞ്ജു എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ എന്താ, അതേ മഞ്ജു, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു എന്നുള്ള സത്യം തന്നെ. നീ മഹിമയെ പുറത്തിറക്കുന്നുണ്ടെന്ന് അറിയാതെ ഞാൻ അവളെ ജയിലിൽ ചാടിപ്പിച്ചത് തെറ്റ് തന്നെ. ആ തെറ്റ് ശിക്ഷ അവൾക്ക് കൂടുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ എനിക്ക് യാതൊരുവിധ അർഹതയില്ല. അപ്പോൾ അത് ഇവരുടെ സംസാരം ശരിക്കും കേട്ടിരിക്കുകയാണ് കേട്ടോ മഹിമ. അങ്ങനെ മഹിമയും മുകുന്ദനും കൂടി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ പറയണേ, എൻ്റെ ജീവന് തുല്യമായ എൻ്റെ അനിയത്തി, അവളെ എനിക്കിന്ന് നഷ്ടമായി. അവൾ ഈ ഓണത്തിന് എൻ്റെ കൂടെയില്ല. എൻ്റെ കൂടെ ഇല്ലാത്ത ആ വിഷമം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നത്. എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ പോലീസ് യൂണിഫോം ഞാൻ വീണ്ടും ധരിച്ചത്. അവളെ സുരക്ഷമായ സ്ഥലത്ത് കൈകളിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് ഞാൻ യൂണിഫോം ഇടില്ല. അവൾക്ക് വേണ്ടി മാത്രമാണ്. അവളില്ലാത്ത ഈ ഓണം എൻ്റെ മനസ്സിന് എത്ര വിഷമമാണ്. അതൊക്കെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. എനിക്ക് അവളുടെ സാമീപ്യം ഞാൻ അത്ര ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ പറയണേ, ഞാൻ ഇന്ന് പോട്ടെ, നീ മുഖംമൂടി ഇടുകയെന്ന് പറയുന്നുണ്ട്. അങ്ങ് മുഖംമൂടി ഇടുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ പ്രീതി പെട്ടെന്ന് സിമ്മ് മാറ്റിയിട്ട് ഐശ്വര്യ മാമിനെ വിളിക്കുകയാണ്. അതെ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ആ മഹിമ എന്ന് പറയുന്ന ജയിലിൽ ചാടിയവളെ നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടില്ല എന്ന് എനിക്കറിയാം. ദേ, വായിൽ തോന്നിയത് കേൾക്കാൻ നിൽക്കണ്ട. ആരാണ് നീ? മര്യാദക്ക് പേര് പറ. ഞാൻ ആരോ ഇരിക്കട്ടെ, നിങ്ങൾക്ക് മഹിമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മഹിമ എവിടെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഉടൻ തന്നെ എവിടെയെന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട്. അതെ, നിങ്ങളുടെ ഒപ്പം പണിയെടുക്കുന്ന മഞ്ജു എന്ന കോൺസ്റ്റബിൾ ഇല്ലേ, അവരുടെ വീട്ടിലുണ്ടെന്ന് പറയട്ടെ. താൻ പറയുന്നത് സത്യമാണോ? അതെ, സത്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മുകുന്ദൻ മഞ്ജുവിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, എന്തിനാ മഞ്ജു എന്നൊക്കെ പറയുമ്പോൾ, ഇവർ ചെയ്തു വെച്ചത് കൊണ്ടല്ലേ എൻ്റെ അനിയത്തി എൻ്റെ ഒപ്പം ഇല്ലാതായത്. ഇവരൊറ്റ ഒരുത്തി കാരണമാണ്, അല്ലെങ്കിൽ ജയിൽ ചാടി വന്നിരുന്നത്. അപ്പോഴേക്കും മഞ്ജു അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അക്കമ്മ ചോദിക്കുകയാണ്, എവിടെ മഹിമ? അപ്പുറത്തുണ്ടെന്ന് പറയണേ. അങ്ങനെ മഹിമയാണെങ്കിൽ ഒരു തരം മരവിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ എന്ന് പറഞ്ഞിട്ട് മുഖംമൂടി മുഖത്തു നിന്നും മാറ്റുമ്പോൾ മഹിമ പൊട്ടി പൊട്ടി കരയാനിട്ട്, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ചേച്ചിക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ അറിയാതെ പോയല്ലോ, എൻ്റെ ചേച്ചിയുടെ സങ്കടം ഞാൻ കാണാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മുഖംമൂടി വീണ്ടും എടുത്തിടുകയാണ് കേട്ടോ. പിന്നീട് പ്രീതി ഇങ്ങനെ പറഞ്ഞിരിക്കുകയല്ലോ. പിന്നീട് ഇവർ കളിയൊക്കെ തുടങ്ങുകയാണ്. നല്ല സന്തോഷത്തോടു കൂടി കളിക്കുമ്പോൾ ഇനി വന്നിട്ട് പറയാം, നമ്മുടെ കുടുംബങ്ങളുമായി മാവേലിയുമായിട്ടുള്ളൊരു ഫോട്ടോ എടുത്താലോ? തീർച്ചയായും അത് വേണമെന്ന് പറയാം. ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അക്കാമ പറയണേ ഇവിടെ വക്കീലിനോട്, അവൾ എന്തോ ഒന്ന് ഗൂഢാലോചന നടത്തുന്ന പോലെ എന്തൊക്കെയോ ഒരു കളലക്ഷണം അവളിൽ കാണാണ്ട്. ഇത് സത്യത്തിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഇത് പീതാംബരൻ്റെ മകള്, എന്നാൽ പേടിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് പോലീസ് വണ്ടി വന്ന് നിൽക്കുന്ന ആ ഒരു രംഗം. അതായത് ഐശ്വര്യയാണ് കേട്ടോ, പോലീസ് വണ്ടിയല്ല. അപ്പോൾ ഐശ്വര്യ ഒറ്റയ്ക്ക് ഇറങ്ങിയ മഞ്ജു വളരെ പ്രതീക്ഷയോടുകൂടി, എന്താ മാം, എന്താ പ്രശ്നം? നീ ഇന്ന് ജോലിക്ക് വരില്ല എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വരാൻ പറഞ്ഞിട്ട് നീ ലീവ് എടുക്കാതെ കണ്ട് ലീവ് എടുത്തിട്ട് ഇവിടെ നിന്നൂലേ? അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. നിൻ്റെ അനിയത്തിയുമായി ഓണാഘോഷം. എൻ്റെ അനിയത്തിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഉടൻ തന്നെ പ്രീതിയുടെ അരികിലോട്ട് വന്നിട്ട് പറയുകയാണ്, നീ അടുത്ത് ഇനി പിറകിൽ കളിച്ചെന്ന് മനസ്സിലായിട്ട്, അതുകൊണ്ട് ഒരക്ഷരം എൻ്റെ വായിൽ നിന്ന് ഇനി വീണാലെന്ന് പറഞ്ഞിട്ട് തോക്കരയിലോട്ട് കുത്തിയിട്ട്, ഇനി മേലെ നീ ഇത് ചെയ്യാൻ പാടില്ല, ഒരക്ഷരം ഇണ്ടാൻ നിൽക്കുക. അപ്പോൾ പ്രീതി ആകെ പേടിയിലാണ് കേട്ടോ. അങ്ങനെ ഈ പുലിക്കളിയിൽ നിൽക്കുന്ന വേഷന്മാർ മുഖം മൂടി നിൽക്കുന്ന അവരുടെ മുഖമൊക്കെ ഐശ്വര്യ മാം ഇങ്ങനെ തുറക്കുകയാണ്. അങ്ങനെ രണ്ടുപേരുടെയും തുറന്ന് മൂന്നാമത്തെ ആളുടെ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോഴാണ് കുറേ ഗുണ്ടകൾ വന്ന് ഇങ്ങനെ അക്കാമയെ കുത്തുമ്പോഴേക്കും അക്കാമ ആ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അവിടെ മൊത്തത്തിൽ കലഹമാണ്. അങ്ങനെ എല്ലാവരെയും ഇടിയും പിടിയൊക്കെ ആയതുകൊണ്ട് തന്നെ അക്കാമ വേഗം പറയണേ, മഹിമയെ നീ ഇവരെയും കൊണ്ട് വേറെ രക്ഷപ്പെടുക എന്ന് പറയണേ. അങ്ങനെ അക്കാമയുടെ ആളുകളോട് മഹിമയെ രക്ഷപ്പെടുത്താൻ പറയുന്നത്, ആ പുലിക്കളയും മാവേലിയുള്ളവർ അവരൊക്കെ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോഴേക്കും ഗുണ്ടകൾ രക്ഷപ്പെടുകയാണ്. ഗിരിയായതുകൊണ്ട് തന്നെ അവർക്ക് കണക്കിന് കിട്ടുന്നുണ്ട്. ഇതേ സമയം ഐശ്വര്യ മാം ആകെ പതർച്ചയോടുകൂടി നിൽക്കുമ്പോഴാണ് ഈ ഗുണ്ടകളും ഓടി രക്ഷപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അക്കാമ അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയണേ, എവിടെ ഈ മാവേലിയും പുലിക്കൂട്ടങ്ങളൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അവർ എപ്പോഴോ പേടിച്ച് പറിച്ച് പോയില്ലേ എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഗോപാലിനെയാണ് കാണിക്കുന്നത്. ഗോപാലൻ പറയണേ, എടാ പുലിക്കൂട്ടിൽ ചെന്ന് ആരെങ്കിലും തലവെച്ച് കൊടുക്കുക, നീ എന്ത് ഗുണ്ടകളെ എടാ പറഞ്ഞയച്ചത്? ലോകത്തെ ഏറ്റവും ഈ നാട്ടിലെ ഏറ്റവും വലിയ വിറപ്പിക്കുന്ന ഒരു ഗുണ്ടയുടെ അടുത്തോട്ട് ഗുണ്ടകളെ വിട്ട് കഴിഞ്ഞാൽ അവർ ഇഞ്ചിഞ്ചായി കൊല്ലും, നിനക്കറിയില്ല, നീ ഇത്ര പൊട്ടനായാലോ, നീ ഇത്ര കഴുതയായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സഞ്ജയ് പറയണം, അതെങ്ങനെ എനിക്ക് അവരെ തീർക്കാൻ കഴിയേണ്ട അച്ഛാ, കാരണം ഞാൻ നേരിട്ടിട്ടല്ലല്ലോ ഇത് ഇടപെട്ടിട്ടുള്ളത്, ഒരാൾ മുഖേനയല്ലേ, നമ്മളാണെന്ന് ഒരിക്കലും അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഇരുട്ടിൽ ഒരു ആളിങ്ങനെ മുന്നോട്ട് കടന്നു വരുന്നതാണ്. അത് കാണുന്ന ആരാണെന്ന് അറിയാതെ രണ്ടുപേരും പകച്ചു നിൽക്കുമ്പോൾ ആ നിഴൽ വെളിച്ചത്തിൽ കാണുന്ന കാഴ്ച അക്കാമയായിരിക്കും. അക്കാമ അങ്ങ് വന്നിട്ടേടാ കഴിവ് കെട്ടവനെ, നിനക്ക് ഇരുട്ടടി എന്നെ എന്നും അറിയുള്ളൂ, അതെനിക്ക് നന്നായിട്ട് അറിയാം, ഇരുട്ടിലുള്ള എൻ്റെ കളിയുണ്ടല്ലോ അതെനിക്ക് നന്നായി അറിയാം എന്ന് പറയുമ്പോൾ ഗോപാലൻ ഇങ്ങനെ ഞെട്ടി നിൽക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ.